ഹായ് എവരിവൺ, ഐപ്ലസിൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ KW ഓപ്പറേറ്ററിൻ്റെ സിലബസിലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ പോർഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കൺവേർട്ട് ദ ഒക്ടൽ നമ്പർ 73 ബേസ് 8 ഡയറക്ട്ലി ഇൻറ്റു ഇക്വലന്റ് ബൈനറി വാല്യൂ. അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? 73 എന്ന നമ്പറിനെ നമുക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? ഏതാ ബേസ് പറഞ്ഞേക്കുന്നത്? ഏതാ 73യുടെ ബേസ് ഏതാ പറഞ്ഞേക്കുന്നത്? ബേസ് 8 ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഒക്ടലിനെ ബൈനറി ആക്കുന്നത്? എങ്ങനെയാ? ഒക്ടൽ നമ്പറിനെ നമ്മൾ 3 ഡിജിറ്റുള്ള ബൈനറി ആക്കി മാറ്റും അല്ലേ? ഓരോന്നിനെയും 3 ബിറ്റുള്ള ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യും അല്ലേ? എങ്ങനെയാ? ഇപ്പം 0 ആണെങ്കിൽ 0 0 0 എന്ന് എഴുതും, 1 ആണെങ്കിൽ 0 0 1 എന്ന് എഴുതും, 2 ആണെങ്കിൽ 0 1 0 എന്ന് എഴുതും, 3 ആണെങ്കിൽ 0 1 1 എന്ന് എഴുതും, 4 ആണെങ്കിലോ 1 0 0, 5 ആണെങ്കിൽ 1 0 1, 6ന് 1 1 0, 7 ആണെങ്കിൽ 1 1 1 എന്ന് എഴുതും അല്ലേ? അങ്ങനെയല്ലേ എഴുതുന്നേ? അപ്പം നമ്മൾ പറഞ്ഞേ നമ്മുടെ ബേസ് 8 ആണ്. അതിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബൈനറി നമ്പറിനെ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 3 ബിറ്റ് നമ്പർ ആയിട്ട് നമ്മൾ എഴുതും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോക്കിയേ, ഇപ്പം 73 ആണ്. 73 എന്നുള്ളത് നോക്കിയേ, 7ൻ്റെ ബൈനറി കോഡ് എത്ര? 1 1 1 അല്ലേ? അപ്പം 7 നമ്മൾ 1 1 1 എന്ന് എഴുതി. 3ക്ക് ഏതാ വരിക? 3യുടെ കറസ്പോണ്ടിങ് ആയിട്ട് 0 1 1 അല്ലേ? 0 1 1. അപ്പം നമ്മുടെ ആൻസർ ഏതാന്ന് നോക്കിയേ വരുന്നത്? ഏതാ? 1 1 1 കറക്റ്റ് ആണ്. 0 1 1 അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വന്നു അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം ആൻസർ ഏതാ വരുന്നത്? എ ആണ് വരുന്നത് അല്ലേ? എക്സ്പ്ലനേഷൻ നോക്കിയേ, കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് നോക്കിയേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ലോജിക് ഗേറ്റ് ഔട്ട്പുട്ട്സ് എ ഹൈ സിഗ്നൽ ഓൺലി വെൻ ഇറ്റ്സ് 2 ഇൻപുട്ട് വേരിയബിൾ ആർ അൺഈക്വൽ? എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യന് നോക്കിയേ, ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഔട്ട്പുട്ട് ഹൈ ആയിരിക്കണം. എപ്പോഴാണ്? വെൻ ഇറ്റ്സ് 2 ഇൻപുട്ട് വേരിയബിൾസ് ആർ അൺഈക്വൽ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആവുന്ന ലോജിക് ഗേറ്റ് ഏതാണ് അങ്ങനെ ഒരു കണ്ടീഷനിലെ ലോജിക് ഗേറ്റ് വരുന്നത്? നമ്മുടെ എക്സ്നോർ ഉണ്ട്, ആൻഡ് ഉണ്ട്, നാൻഡ് ഉണ്ട്, എക്സോർ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ചോദിച്ചേക്കുന്നത് എന്താ? ഹൈ വരണം. ഏതാ? 2 ഇൻപുട്ടും മാറിയും തിരിഞ്ഞും വരുന്ന സമയം അൺഈക്വൽ ആവണം. അതായത് ഒരു ഇൻപുട്ട് 0 ആയിരിക്കണം, ഒരു ഇൻപുട്ട് 1 ആയിരിക്കണം അല്ലേ? അങ്ങനെ കണ്ടീഷൻ വരുന്ന ഏതായിരിക്കും? മാത്രം ആ ഒരു കണ്ടീഷനിൽ മാത്രമേ 1 വരാവൂ. 0 0 വന്നാലും വരരുത്, 1 1 വന്നാലും വരരുത്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഏത് കണ്ടീഷനാ? എക്സോർ ആയിരിക്കും അല്ലേ? എക്സോർ എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ? നോക്കിയേ, എക്സോർ എക്സ്ക്ലൂസീവ്ലി ഓർ എന്ന് പറയും അല്ലേ? അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, സിംപ്ലിഫൈ ദ ബൂളിയൻ എക്സ്പ്രഷൻ y is equal to a into b plus a into b bar. b into bar ആണ്, a into b bar എന്ന്. അപ്പം നോക്കാം എങ്ങനെ അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് എക്സ്പ്രഷൻ ഒന്ന് എഴുതാം. a into b plus a into b bar. നമുക്ക് എന്ത് ചെയ്യാം? a കോമൺ എടുക്കാം. a കോമൺ എടുത്തേ. a into b plus b bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? b plus b bar എന്ന് പറയുമ്പോൾ എന്ത് വരും? നോക്കിയേ, എന്ത് വരും? നമുക്ക് എക്സ്പ്രഷൻ അങ്ങനെ എഴുതിയില്ലേ? എന്താ? b plus b bar എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 വരും അല്ലേ? b plus b bar എന്ന് പറയുന്നത് 1 വരും. a into b plus b bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 1 വരും. അപ്പം നമ്മുടെ ആൻസർ ഏതാകും? a ആകും അല്ലേ? a വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് റിക്വയർഡ് ടു ബിൽഡ് 2 ഇൻപുട്ട് നോർ ഗേറ്റ്? അതായത് എത്ര നാൻഡ് ഗേറ്റ് വേണം? എന്താ? ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റ് അല്ലേ? നാൻഡ് ഗേറ്റ്.
ഇതുപോലെ എത്ര നാൻഡ് ഗേറ്റ് വേണം ഒരു നോർ ഗേറ്റ് ഉണ്ടാക്കാൻ എന്നാണ് ചോദ്യം അല്ലേ. ഇതാണ് നമ്മുടെ നോർ ഗേറ്റ്. നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ? എ ഇൻറ്റു എ പ്ലസ് ബി ഹോൾ ബാർ അല്ലേ നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂ വരുന്നത്, ഇക്വേഷൻ വരുന്നത്. ആ നാൻഡിൻ്റെ എന്താ? എ ഡോട്ട് എ ഇൻറ്റു ബി ഹോൾ ബാർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എന്താണ് വേണ്ടത്? നാൻഡിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എ ഇൻറ്റു ബി ആണ്. മറ്റേതിൻ്റെയോ നമുക്ക് വേണ്ടത് എന്താ? എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന വാല്യൂ വരണം, അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഒരു നാൻഡ് ഗേറ്റ് കൊടുത്തു, ഒരു ഇൻപുട്ട് എ എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്തു. വീണ്ടും നമ്മളൊരു നാൻഡ് ഗേറ്റ് കൊടുത്തു. അതായത് നമ്മുടെ 2 ഇൻപുട്ടിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്യുന്ന പോലെ ആവത്തില്ലേ? എ ബാറും ബി ബാറും വന്നു അല്ലേ. ഇനി നമ്മൾ പിന്നെ എന്ത് കൊടുത്തു? വീണ്ടും നമ്മളൊരു നാൻഡ് ഗേറ്റ് കൊടുക്കുക. അതിനെ രണ്ടിനെയും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ ബാർ ബി ബാർ ഹോൾ ബാർ എന്ന് വരും. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എ ബാർ പ്ലസ് ബി ബാർ എന്ന് എഴുതിക്കൂടെ? എ ബാർ പ്ലസ്, അതായത് എങ്ങനെ എഴുതാൻ പറ്റും? എ ബാർ പ്ലസ് ബി ബാർ. അന്നേരം നമുക്ക് ഈ ബാർ മാറി മനസ്സിലായിട്ട് എ ബാർ പ്ലസ് ബി ബാർ എന്നുള്ള വാല്യൂവിലേക്ക് എത്തിക്കിട്ടും അല്ലേ. പിന്നെ നമ്മൾ എന്തെടുക്കണം? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ വീണ്ടും ഒരു നാൻഡ് ഗേറ്റിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എന്ന വാല്യൂ കിട്ടും അല്ലേ. അപ്പം നമ്മൾ എത്ര നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തു? 1 2 3 4 എണ്ണം. എത്ര എണ്ണം? 4 എണ്ണം അല്ലേ. 4 എണ്ണം യൂസ് ചെയ്തു. ഓക്കെ അല്ലേ. നോക്കിയേ, 4 എണ്ണം കൊടുത്തു. എ ബാർ കിട്ടി, ഇവിടെ ബി ബാർ കിട്ടി, പിന്നെ അതിനെ എ ബാർ പ്ലസ് ഇൻറ്റു ബി ബാർ ഇൻറ്റു ഹോൾ ബാർ എന്നുള്ളത് കിട്ടി. അവിടെ നമ്മൾ അതിനെ ബാർ വരുന്നത് ക്യാൻസലായി പോകും. പിന്നെ അത് അവസാനം നമുക്ക് എ പ്ലസ് ബി എന്നുള്ള വാല്യൂ കിട്ടും. പിന്നെ ഇവിടെ പിന്നെ നാൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഹോൾ ബാർ എന്നുള്ള വാല്യൂ എത്തിപ്പെടും. ഇനി നോക്കിയേ, എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ദാറ്റ് ഹാസ് 2n ഇൻപുട്ട് ലൈൻ ആൻഡ് n സെലക്ഷൻ ലൈൻ ടു routine a single choice input to single output line. അതായത് നമുക്ക് 2n ഇൻപുട്ട് ഉണ്ട്, അതിനെ എന്താ ഒറ്റ സിംഗിൾ ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അത് അങ്ങനത്തെ സാധനം ഏതാ? ഒത്തിരി ഇൻപുട്ട് ഉണ്ട്, 2n ഇൻപുട്ട് ഉണ്ട്, അതിനനുസരിച്ചുള്ള സെലക്ട് ലൈനും ഉണ്ട്, ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ. അങ്ങനത്തെ വരുന്ന ഏതാ? മൾട്ടിപ്ലെക്സർ ആയിരിക്കും അല്ലേ. മൾട്ടിപ്ലെക്സർ. ഓക്കെ, how many 2 input NAND gates are required to construct 1/2 ആഡർ സർക്യൂട്ട്? ഒരു ഹാഫ് ആഡർ സർക്യൂട്ട് നമുക്ക് എത്ര 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ഉണ്ടെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? നോക്കാം, നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. എങ്ങനെയാ നോക്കിയേ, എത്ര? നമ്മുടെ ഹാഫ് ആഡറിൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് ആഡറിന് എന്തൊക്കെയാ? 2 ഔട്ട്പുട്ട് ഉണ്ട്, ഒരു സമ്മും ഉണ്ട്, ഒരു ക്യാരിയും ഉണ്ട്. എക്സോർ ഔട്ട്പുട്ടും വേണം, ആൻഡ് ഗേറ്റിൻ്റെ കണ്ടീഷനും വരും. അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യം ഒരു ആൻഡ് ഗേറ്റ് എടുത്തു, ഒരു ആൻഡ് ഗേറ്റ് കൊടുത്തു. അവിടുന്ന് നമ്മൾ എന്താ എ ഇൻപുട്ടും ബി ഇൻപുട്ടും കൊടുത്തു. പിന്നെ നമ്മൾ ഒരു ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്തു അല്ലേ. ഈ എ ആൻഡ് ബി, ഇവിടെ എ ആൻഡ് ബി ഹോൾ ബാർ വരും, അതിനെ എടുത്ത് കൊടുത്തു. അപ്പം നമുക്കിവിടെ എന്താ എ ബാർ ഇൻറ്റു എ ബാർ ബി ബാർ എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെ ആകുമ്പോൾ എന്ത് വരും? ബി ഇൻറ്റു ബി എ ബി ബാർ എന്നുള്ള ബി ബാർ ഇൻറ്റു അല്ലേ ഹോൾ ബാർ എന്ന് വരും അല്ലേ. ഹോൾ ബാർ എന്ന് വരുന്നത് അല്ലേ. ഇങ്ങനെ ഇങ്ങനെ വരുന്നത്. ഇവിടെ എന്താ വരുന്നത്? എ ഇൻറ്റു എ ബി ബാർ ഇൻറ്റു ഹോൾ ബാർ എന്ന് വരും അല്ലേ. ഇവിടെ ബി ഇൻറ്റു എ ബി ഹോൾ ബാർ എന്നും വരും അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ എന്താ അതിനെ നമ്മൾ പിന്നെ എടുത്ത് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എ എക്സ് ഓർ ബി എന്നുള്ള കണ്ടീഷൻ കിട്ടും അല്ലേ. പിന്നെയോ നമ്മൾ വീണ്ടും എ ആൻഡ് ബി പിന്നെ കോംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ആൻഡ് ബിയും കിട്ടും. അപ്പോൾ നമുക്ക് എത്ര ഇത് വന്നു? 1 2 3 4 5 എണ്ണം വന്നല്ലേ. അപ്പോൾ 5 നാൻഡ് ഗേറ്റ് വേണം അല്ലേ.
5 NAND ഗേറ്റ് വേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേഞ്ചസ് ഇറ്റ്സ് ഔട്ട്പുട്ട് സ്റ്റേറ്റ് ഓൺ എവരി ക്ലോക്ക് പൾസ് ഇഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് പെർമനൻ്റ്ലി ഹൈ? അതായത് നമ്മുടെ ഔട്ട്പുട്ട് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യണം. എപ്പോഴാ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാ 0യും 1ഉം മാറി മാറി വരുന്നത്? അതായത് ക്ലോക്ക് പൾസ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വാല്യൂ ഹൈ ആയിട്ട് വെക്കുമ്പോൾ 0യും 1ഉം മാറി വരുന്ന കണ്ടീഷനെ പറയുന്ന പേരെന്താണ്? ടോഗിൾ അല്ലേ, ടോഗിൾ. അപ്പോൾ ഇവിടെ ഏതാണ് അങ്ങനെ പെർമനൻ്റ്ലി ഹൈ ആക്കി വെക്കുമ്പം ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലായിരിക്കും ടോഗിളിങ് ഉണ്ടാവുന്നത്? ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലായിരിക്കും അല്ലേ. ആൻസർ ഏതാ? സി, ടോഗിൾ അല്ലേ, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി എന്താ? വാട്ട് ഈസ് ദ മാക്സിമം മോഡ് നമ്പർ ഓഫ് എ റിപ്പിൾ കൗണ്ടർ യൂസിങ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്? 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള ഒരു റിപ്പിൾ കൗണ്ടർ ആണെങ്കിൽ അതിൻ്റെ മോഡ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്? മോഡ് കണ്ടുപിടിക്കാൻ എന്താ പറയുന്നത്? നമ്മുടെ ഇക്വേഷൻ ഏതാ? മോഡ് കണ്ടുപിടിക്കാൻ 2n എന്നുള്ള ഇക്വേഷനാണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ അല്ലേ, എത്ര നമ്പർ? അപ്പം 2⁴ എന്ന് വരും. അപ്പം 16, മോഡ് 16 ആവും അല്ലേ. അത് ആൻസർ അപ്പോൾ വരുന്നത് ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത് അല്ലേ. സോറി, ഡി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. വിച്ച് ഷിഫ്റ്റ് രജിസ്റ്റർ ലോഡ്സ് ആൻഡ് എൻറ്റയർ ഡേറ്റ വേർഡ് സൈമിൾട്ടേനിയസ്ലി വിത്ത് 1 ക്ലോക്ക് പൾസ്? അതായത് നമ്മൾ ഡേറ്റ കൊടുത്തു, നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്ററിലോട്ട് കൊടുത്തു, ഉടനെ തന്നെ നമുക്ക് സൈമിൾട്ടേനിയസ്ലായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല, ഏത് ഷിഫ്റ്റ് രജിസ്റ്ററിലാണ്? അങ്ങനത്തെ ഷിഫ്റ്റ് രജിസ്റ്റർ ഏതാ? പാരലൽ ഔട്ട് ആയിരിക്കും അല്ലേ. എന്താ? പാരലൽ അതായത് പിപ്പോ ആയിരിക്കും. അതായത് നമ്മൾ പാരലൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് പാരലായിട്ട് ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അതായത് പിപ്പോ ആയിരിക്കും. ഇനി അടുത്ത് നോക്കിയേ. വിച്ച് ADC പ്രൊവൈഡ്സ് ദ ഫാസ്റ്റസ്റ്റ് കൺവേർഷൻ ടൈം? ഫാസ്റ്റസ്റ്റ് കൺവേർഷൻ ടൈം ഉള്ള ADC ഏതാ? ADC എന്ന് വെച്ചാൽ എന്താ? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ടൈപ്പുകളാണല്ലേ SAR, അതായത് സക്സസീവ് അപ്രോക്സിമേഷൻ ADC, ഡ്യുവൽ സ്ലോപ്പ് ADC, ഫ്ലാഷ് ADC, കൗണ്ടർ റാമ്പ് ADC അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതിനായിരിക്കും ഫാസ്റ്റസ്റ്റ് കൺവേർഷൻ ടൈം ഉള്ളത്? ഏതാ? ഫ്ലാഷ് ടൈപ്പിനായിരിക്കും. ഫ്ലാഷ് ടൈപ്പ് നോക്കിയേ, എൻ്റെ കൺവേർഷൻ സ്പീഡ് ഓർഡറൊക്കെ നോക്കിയേ. ഫ്ലാഷ് ടൈപ്പിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞാൽ SARനായിരിക്കും, പിന്നെ റാമ്പിനായിരിക്കും, പിന്നെയോ ഡ്യുവൽ സ്ലോപ്പിനായിരിക്കും. അപ്പോൾ ഏതിനാ? ഫ്ലാഷ് ADCക്ക്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. വാട്ട് ഈസ് ദ എറ്റിക് കോമ്പോസിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ലെഡ് അലോയ് സോൾഡർ? ലെഡ് അലോയ് സോൾഡറിൻ്റെ എറ്റിക് കോമ്പോസിഷൻ ഏതാന്ന് നോക്കിയേ. 50 ടിന്നും 50 ലെഡും ആണോ? അതോ 60 ടിൻ 40 ലെഡാണോ? 63 37 ആണോ? അതോ 17 13 കോമ്പോസിഷൻ ആണോ? ഏതാ ആൻസർ വരുന്നത്? എറ്റിക് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത്? 63% ടിന്നും 37% ലെഡും ആയിരിക്കും. ഓക്കെ, ഏതായിരിക്കും ആൻസർ വരുന്നത്? 63% ടിൻ ആൻഡ് 37% ലെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എറ്റിക് കോമ്പോസിഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ആൻസർ. കണ്ടോ? ഇനി ഇതിൻ്റെ അകത്ത് മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? 183 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്. പിന്നെയോ സോളിഡിനെ ലിക്വിഡായിട്ട് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യും അല്ലേ. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.